ഇന്ത്യയിലെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ വളരെ വ്യക്തമായ ആധികാരികതയോടെ എക്സിറ്റ് പോൾ സർവേകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് ലോക് പോൾ. അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സർവേ ഇന്ത്യയിൽ നടക്കുന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളുടെ സർവേ ഫലങ്ങളാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കുന്ന നിലമ്പൂരിലെ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ 48% വോട്ട് ഷെയറോടുകൂടി UDF, അതായത് ആര്യാടൻ ഷൗക്കത്ത് ഒന്നാമതെത്തുമെന്നും 37% വോട്ട് ഷെയർ മാത്രമേ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് ലഭിക്കുകയുള്ളൂ എന്നതാണ് സർവേ പറയുന്നത്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം 4% വോട്ട് ഷെയർ മാത്രമേ PV അൻവറിന് ലഭിക്കുകയുള്ളൂ എന്നതാണ്. PV അൻവർ രാജിവെച്ചതുകൊണ്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ള പത്രിക തള്ളുകയും അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ വെറും 4% താഴെയുള്ള വോട്ട് ഷെയർ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സർവേയിൽ പറയുമ്പോൾ അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ലഭിക്കുന്നത്. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 8000 വോട്ടുകൾ കിട്ടിയിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ അത്ര തന്നെയോ നിലനിർത്തുമ്പോൾ സ്വരാജിന് 37%വും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 6500 വോട്ട് പരമാവധി ലഭിച്ചാൽ ആയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2,30,000 വോട്ടുകളുള്ള നിലമ്പൂരിൽ ശരാശരി പോൾ ചെയ്യപ്പെടുന്നത് ഏതാണ്ട് 1,80,000 വോട്ടുകളാണെങ്കിൽ ഏകദേശം 85,000-ന് മുകളിൽ വോട്ട് അവിടെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചെടുക്കുമെന്നതാണ് പറയുന്നത്. 65,000 മുതൽ 70,000 വരെ വോട്ടുകൾ പരമാവധി എം സ്വരാജിന് ലഭിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഇപ്പോൾ നിലമ്പൂരിൽ ഉള്ളൂ എന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ ഏതാണ്ട് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം എൻ സ്വരാജിനെതിരെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ലഭിക്കും എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് പല മാധ്യമ സ്ഥാപനങ്ങളും പരിശോധിച്ചു വരികയാണ്. 5 പോയിന്റുകൾ കൃത്യമായി ലോക് പോൾ സർവേ പറയുന്നുണ്ട്. NH-66 അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കാട്ടിയിട്ടുള്ള അലംഭാവം, വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാത്ത സംസ്ഥാന വനം വകുപ്പിൻ്റെ പിടിപ്പുകേട്, അതുപോലെ പിണറായി വിജയനെതിരെയുള്ള ജനവിരുദ്ധ വികാരം അത് വ്യക്തമായി പ്രതിഫലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അതെന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് മുൻതൂക്കം തന്നെയാകും ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ 15,000-നും 20,000-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിലേക്ക് ഈ കാരണങ്ങൾ കൊണ്ടെത്തിക്കുമെന്നതാണ് ലോക് പോൾ സർവേ പറയുന്നത്. ഏറ്റവും വിശ്വസനീയമായ ഏജൻസികളിൽ ഒന്നാണ് ലോക് പോൾ. അവർ പ്രവചിച്ചിട്ടുള്ള അപൂർവം ചില തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ മാത്രമേ തെറ്റിയതായിട്ടുള്ളൂ. ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരുടെ പ്രൊഡിക്ഷൻ സാധാരണ രീതിയിൽ തെറ്റാറില്ല. അങ്ങനെ UDFന് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിപ്പോൾ ലോക് പോൾ സർവേയിൽ കൂടി ഉണ്ടായിരിക്കുന്നത്.